ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്കക്കൂഞ്ഞ് ചെറിയുള്ളി തീയലാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി അടപ്പി വെക്കാം. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. 2 ചെറിയ ഉള്ളി ഇടാം. കുറച്ച് കറിവേപ്പില ഇടാം. അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ. ഗോൾഡൻ കളറാകുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് പൊടി ചേർക്കാം. മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ. മൂത്ത് തണുക്കട്ടെ. ഇനി ആ ചട്ടി തന്നെ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. മൂന്ന് പച്ചമുളക് നടുക കീറിയത്. വഴറ്റി കൊടുക്കാം. അല്പം കറിവേപ്പില, ശകലം ഉപ്പൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയാണ്. ഇനി ചക്കക്കൂഞ്ഞിട്ട് കൊടുക്കാം. ചക്കക്കൂഞ്ഞ് ചെറുതായിട്ട് ഞുറുക്കി അരിഞ്ഞതാണ്. എല്ലാം കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കൂട്ടാണ്. എല്ലാം മൂത്ത് ഒന്ന് അരച്ചെടുക്കാം. അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ചെടി ശകലം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരട്ടെ. അല്പം പുളി കൂടി നമുക്ക് ചേർക്കാം. അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇറക്കി വെക്കാം. നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് താളിച്ചൊഴിക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. കടുകിടാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി 2 എണ്ണം എടുത്ത് അരിഞ്ഞ് വെച്ചതാണ്. അതിട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഇടാം.
കറിയിലേക്ക് ഒഴിക്കാം. സ്വാദിഷ്ടമായ ചക്കക്കൂഞ്ഞ് ചെറിയുള്ളി തീയൽ റെഡി. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.